നമസ്കാരം, ഞാൻ ജിമി ജോൺ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കേരള രാഷ്ട്രീയത്തിന്റെ നിർണായക ദിനത്തിൽ ഫലങ്ങൾ എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കിയിരുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തോടനുബന്ധിച്ച് ബഹ്റൈനിൽ ലൈവ് വ്യൂയിംഗ് സൗകര്യവുമായി IYCC രംഗത്തെത്തി. പരിപാടി ബഹ്റൈൻ മീഡിയ സിറ്റി ഓഡിറ്റോറിയത്തിലായിരുന്നു സംഘടിപ്പിച്ചത്. രാവിലെ 5:30 മുതൽ വോട്ടെണ്ണൽ നടപടികൾ ആരംഭിച്ചിരുന്ന സാഹചര്യത്തിൽ അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ അനുഭവിക്കാൻ പ്രത്യേക സംവിധാനമാണ് ഒരുക്കിയിരുന്നത്. തിരഞ്ഞെടുപ്പ് ആവേശം നേരിൽ അനുഭവിക്കാൻ ആഗ്രഹിച്ച പ്രവാസി മലയാളികൾക്ക് ഒരുമിച്ചുകൂടിയും ഫലങ്ങൾ നിരീക്ഷിക്കാനും ഈ സൗകര്യം ഏറെ സഹായകരമായതായി അറിയിച്ചു. സൗഹൃദ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ ചർച്ചകളും ഫലവിശകലനങ്ങളും സംഘടിപ്പിച്ചു എന്നും സംഘാടകർ വ്യക്തമാക്കി. വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെ UDF നേടിയ മുന്നേറ്റവും പിന്നീട് ലഭിച്ച വിജയവും സംഘാടകർ ആഘോഷമാക്കി. കേരളത്തിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക വിധി ജനങ്ങൾ രേഖപ്പെടുത്തി. ആകെ 140 സീറ്റുകളിൽ UDF ഭൂരിപക്ഷം മറികടന്ന് 102 സീറ്റുകൾ നേടി വൻ വിജയം സ്വന്തമാക്കി. LDF 35 സീറ്റുകളിൽ ഒതുങ്ങിയപ്പോൾ NDA 3 സീറ്റുകളിൽ വിജയിച്ചു. ആദ്യഘട്ടങ്ങളിൽ തന്നെ മുന്നേറ്റം കാഴ്ചവെച്ച UDF പിന്നീട് ശക്തമായ ലീഡോടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രണത്തിലാക്കി. സംസ്ഥാനത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ ശ്രദ്ധേയമായ വിജയം നേടി. LDF ശക്തമായ മത്സരം കാഴ്ചവെച്ചെങ്കിലും ആകെ ഫലത്തിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. NDAയ്ക്ക് ചില മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടായെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞില്ല. ഫലം പുറത്തു വന്നതോടെ UDF പ്രവർത്തകർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിജയാഘോഷങ്ങൾ നടത്തി. കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള മലയാളികളും ഈ വിജയം ആവേശത്തോടെ ആഘോഷിച്ചു. ഒരു ദശാബ്ദത്തിന് ശേഷം അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്ന UDFന് ഈ വിജയം നിർണായകമായ രാഷ്ട്രീയ തിരിച്ചുവരവായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടെ കേരളത്തിൽ പുതിയ ഭരണത്തിനായുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് സംസ്ഥാനമൊട്ടാകെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുരോഗമിച്ചു. രാവിലെ ആരംഭിച്ച വോട്ടെണ്ണലിൽ തുടക്കം മുതൽ തന്നെ UDF മുന്നേറ്റം നിലനിർത്തി. പിന്നീട് പല മണ്ഡലങ്ങളിലും ലീഡ് ശക്തമാക്കി UDF വിജയം സ്വന്തമാക്കി. ഇതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റത്തിനുള്ള സൂചനകളാണ് തെളിഞ്ഞത്. LDFും NDAയും ചില മണ്ഡലങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ആകെ ചിത്രത്തിൽ UDFന്റെ ആധിപത്യം വ്യക്തമായി. കേരളത്തിന്റെ പുതിയ രാഷ്ട്രീയ ദിശയെ നിർണയിച്ച വോട്ടെണ്ണൽ ദിനം ആവേശവും ആഘോഷവും നിറഞ്ഞ ദിവസമായി മാറി. വാർത്തയിലൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. മറ്റ് പ്രധാന വാർത്തകളിലേക്ക്. ബഹ്റൈനിൽ പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിവിധ പ്രദേശങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയതായി ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു. ട്രാഫിക് നിയമലംഘനങ്ങൾ കുറയ്ക്കുന്നതിനായി രാജ്യത്ത് കർശന പരിശോധനകളും നടപടികളും തുടരുകയാണ്. നിയമലംഘകർക്കെതിരെ പിഴയും മറ്റ് നടപടികളും സ്വീകരിക്കുന്നതായി ട്രാഫിക് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. അതേസമയം വേനൽക്കാലം ശക്തമാകുന്നതിനാൽ ഉയർന്ന താപനിലയെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രത്യേകിച്ച് ഉച്ചസമയങ്ങളിൽ പുറം പ്രവർത്തനങ്ങൾ പരമാവധി ഒഴിവാക്കാനും മതിയായ വെള്ളം കുടിക്കാനും അധികൃതർ നിർദ്ദേശിച്ചു. സുരക്ഷയും ആരോഗ്യവും മുൻനിർത്തി ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ വീണ്ടും ഓർമ്മിപ്പിച്ചു. ബഹ്റൈൻ പ്രതിരോധ സേനയുടെ നേതൃത്വത്തിൽ നാളെ മെയ് 5-ന് ഒരു മുൻകൂട്ടി നിശ്ചയിച്ച ലൈവ് ഫയർ പരിശീലന അഭ്യാസം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. കടൽ മേഖലയിലാണ് അഭ്യാസം നടക്കുക. അതിനാൽ കപ്പൽ ഗതാഗതക്കാർക്കും ജനങ്ങൾക്കും ആ പ്രദേശം ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
UAE-യിൽ ജാഗ്രതാ നിർദ്ദേശം. UAE-യിൽ മിസൈൽ ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അധികൃതർ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വെടിനിർത്തലിന് ശേഷം ആദ്യമായാണ് ഇത്തരമൊരു അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സുരക്ഷാ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കാനുമാണ് അധികൃതരുടെ നിർദ്ദേശം. സ്ഥിതിഗതികൾ അധികൃതർ അടുത്തുനിന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് സഹകരണ കൗൺസിൽ GCC രാജ്യങ്ങൾ മേഖലാ സുരക്ഷയും രാഷ്ട്രീയ സാഹചര്യങ്ങളും സംബന്ധിച്ച് തുടർച്ചയായ ചർച്ചകൾ നടത്തുകയാണ്. ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷം തുടരുന്നതിനിടെ അംഗരാജ്യങ്ങൾ സംയുക്ത പ്രതിരോധവും സുരക്ഷാ സഹകരണവും ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. അതേസമയം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖലയിലും വലിയ സമ്മർദ്ദം അനുഭവപ്പെടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നഷ്ടം വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പുകളും പുറത്തുവന്നിട്ടുണ്ട്. ഇതിനിടെ UAE-യുടെ OPEC അംഗത്വത്തിൽ നിന്ന് പുറത്തുപോകാനുള്ള തീരുമാനം ആഗോള എണ്ണ വിപണിയിൽ പുതിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. ഇത് ഗൾഫ് എണ്ണ നയങ്ങളിലും ഭാവി സഹകരണ ഘടനയിലും മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടാക്കുന്നു. മേഖല, സുരക്ഷ, സാമ്പത്തിക സ്ഥിരത, ഊർജ്ജ നയം എന്നിവയിൽ നിർണായക മാറ്റങ്ങൾ നേരിടുന്ന GCC മേഖലയിൽ വരും ദിവസങ്ങൾ അതീവ ശ്രദ്ധേയമായിരിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. രാജ്യത്ത് സാമ്പത്തിക വളർച്ചയ്ക്ക് പുതിയ പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിനും തൊഴിൽ സൃഷ്ടിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതായാണ് റിപ്പോർട്ടുകൾ. അതേസമയം രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കേരളത്തിൽ മഴ ശക്തമാകാൻ സാധ്യത എന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചില ജില്ലകളിൽ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പം സംസ്ഥാനത്ത് വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിൽ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. പൊതുജന സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ സർക്കാർ ശ്രമം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇതോടെ അവസാനിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. ഇത് BMC ന്യൂസ് ലൈവ്. ശുഭരാത്രി.